ഇനി എനിക്ക് അറിയാനുള്ളത് വേറൊരു കൃഷ്ണനെ കുറിച്ചിട്ടാണ്. കൃഷ്ണൻ നായർ എന്ന നടൻ, നമ്മുടെ സ്വന്തം ജയൻ സാറിനെ കുറിച്ചിട്ട്. അപ്പോ ചേച്ചി അദ്ദേഹത്തിന് കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയം എന്ന സിനിമയിലായിരുന്നു ലാസ്റ്റ് അഭിനയിച്ചത്. അതില് ജയൻ സാർ ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളൊരു, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് മനസ്സിൽ വരുന്നത്? അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് പടങ്ങൾ അഭിനയിച്ചു, ഒരുപാടൊന്നും ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും. അനിയത്തിയായിട്ടാണ്, ഓർമ്മകൾ മരിക്കുമ്പോൾ അനിയത്തിയായിട്ട്, കാത്തിരുന്ന നിമിഷത്തിലും അനിയത്തിയായിട്ടാണ്. നല്ല ഒരു മനുഷ്യനായിരുന്നു, വളരെ. ഞാൻ ആകപ്പാട് 2 മരണത്തിനെ പോയിട്ടുള്ളൂ. ഒന്ന് സത്യമാഷയുടെ മരണം, അന്ന് ഞാൻ നടിയല്ല അല്ല, അവ ചെന്നൈയിൽ മരിച്ചു. അപ്പം ഞങ്ങൾക്ക് വളരെ, എന്നെ മോളെ എന്ന് വിളിക്കുന്ന വളരെ സ്നേഹപൂർവ്വമായിട്ടുള്ള ഒരു ഏട്ടനായിരുന്നു എനിക്ക്. സത്യമാഷയുടെ കൂടെ ഒരു പടം അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ പോയിട്ടുണ്ട്. പിന്നെ പോയിട്ടുള്ള ജയൻ്റെ മരണം ഞാൻ അഭിനയം നിർത്തിയ ഉടനെയായിരുന്നു. ശരി. ആ സമയത്താണ് ഈ മരിച്ചത്. അപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജനറൽ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. അവിടെ പോസ്റ്റ്മോർട്ടം നടക്കുകയായിരുന്നു. അങ്ങനെ പോയി കണ്ടു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ബോഡി ഞങ്ങൾ അന്ന് മലയാളത്തിലെല്ലാം ഒരുപാട് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ബോഡി കണ്ടിട്ടുണ്ട്. അതൊരു ഇതായിരുന്നു, ഒരു ഷോക്കിംഗ് ആയിരുന്നു. പക്ഷേ ജയൻ ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ അഭിനയം നിർത്തി. പക്ഷെ ഞാൻ അവസാനം അഭിനയിച്ച അഭിനയം എന്നുള്ള പടം ജയന്റെ കൂടെയാണ്. ജയനാണ് നായകൻ. പക്ഷെ ആ പടം വരുന്ന ജയൻ മരിച്ചതിന് ശേഷം. അത് ശരി. അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മുക്കം മൊയ്തീൻ, കാഞ്ചനമാലയുടെ തന്നെ. ഓ, അത് ശരി. അപ്പൊ ഇദ്ദേഹം വളരെ അടുത്ത ഫ്രണ്ടായിരുന്നു. അതിന്റെ പ്രൊഡ്യൂസേഴ്സ് ധന്യ, എൻ്റെ ഹസ്ബൻഡ്, പിന്നീട് എന്നെ കല്യാണം കഴിച്ചത്. അപ്പോൾ മുരളിയേട്ടൻ ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകൾ എനിക്കറിയാമെന്നാണ്. ഈ പടം മുഖമൊയ്തീൻ്റെ പടം വന്നപ്പോൾ, എന്നും നിന്റെ മൊയ്തീൻ വന്നപ്പോഴാണ് പറഞ്ഞത്, ഇതറിയോ, ഇതാണ് നമ്മളുടെ പഴയ മൊയ്തീൻ എന്ന് പറഞ്ഞ് എനിക്ക്. അപ്പോഴാണ് ഞാനും അറിയുന്നത്. നല്ലൊരു ആളായിരുന്നു. അങ്ങനെ ഒരു സംഭവം. ഷൂട്ടിംഗ് നടന്ന് മുഴുവനും മുക്കത്തായിരുന്നു. അത് ശരി. അഭിനയത്തിന്റെ. അപ്പൊ നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് ആ ഒരു കുറച്ച് നിമിഷങ്ങളാണെങ്കിലും ആ ഒരു സൗഹൃദം അല്ലേ മനസ്സിൽ? നല്ല സൗഹൃദമായിരുന്നു. അതെ, നല്ല ഒരു ഇതായിരുന്നു. ഞാൻ കൃഷ്ണേട്ടാന്നാ വിളിച്ചിരുന്നത്. എന്താ? കൃഷ്ണേട്ടാന്നാ വിളിച്ചിരുന്നത്, ജയാന്നൊന്നും വിളിച്ചിട്ടില്ല. അദ്ദേഹം എങ്ങനെയാണ്, അതായത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആള് തന്നെയാണോ? അതോ തമാശ? ഫുഡിന്റെ കാര്യത്തിലും അല്ലല്ല, തമാശയൊക്കെ പറയും. വളരെ രസകരമായിട്ടുള്ള ഒരു അതാണ്. വളരെ നിയന്ത്രണവും ഒരു ചിട്ടയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ഫുഡിന്റെ കാര്യത്തിലും ഒക്കെ. അതായത് പറഞ്ഞ ഡോക്ടർ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ ആദ്യം പറഞ്ഞ കത്തി വെക്കാൻ തോന്നിയില്ല എന്നാ പറഞ്ഞത്. അത്രയും പെർഫെക്റ്റ് ബോഡി ആയിരുന്നു എന്നാ പറഞ്ഞത്. ഉള്ളിലെ ബ്രെയിൻ മൊത്തം കലങ്ങിപ്പോയിരുന്നു, മുഖത്തൊന്നും ദേഹത്തൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അതെ.